മധു, തീർച്ചയായും രാവിലെ പാർലമെന്റ് കവാടത്തിൽ വലിയ പ്രതിഷേധ ധർണയായിരുന്നു. ആ പ്രതിഷേധ ധർണയ്ക്ക് ശേഷമാണ് പ്രതിപക്ഷാംഗങ്ങൾ സഭയുടെ ഇരു സഭകളിലും ഈ വിഷയം ഉന്നയിക്കുന്നത്. ലോക്സഭയിലാണ് ഇപ്പോൾ വിഷയം ഉന്നയിച്ചത്. ലോക്സഭയിൽ വിഷയം ഉന്നയിച്ച ഉടൻ തന്നെ സ്പീക്കർ ഓം ബിർള ആവശ്യപ്പെട്ടത് ഈ സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കണം. ചോദ്യോത്തരവേളയാണ് 11 മണിക്ക് തുടങ്ങുന്നത്. അപ്പോൾ 11 മണിക്ക് ചോദ്യോത്തരവേള മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കണം. അതിനുശേഷം ഇക്കാര്യങ്ങൾ ആലോചിക്കാം എന്നതായിരുന്നു സ്പീക്കർ ഓം ബിർളയുടെ നിലപാട്. അതേസമയം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി, അതാണ് ആദ്യം വേണ്ടത്. അതിനുശേഷം മറ്റ് നടപടികൾ എന്ന നിലപാടിൽ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുകയും ഇന്നലത്തേതിന് സമാനമായ രീതിയിൽ ഇന്ന് പാർലമെന്റിന്റെ നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷം ശക്തമായ മുദ്രാവാക്യം മുഴക്കുകയുമായിരുന്നു. ഇതേ തുടർന്ന് ലോക്സഭാ നടപടികൾ നിർത്തിവച്ചിരിക്കുകയാണ്. ഇപ്പോൾ രാജ്യസഭയിലും ഈ വിഷയം അല്പസമയത്തിനകം പ്രതിപക്ഷം ഉന്നയിക്കും. രാജ്യസഭയിലും ഇപ്പോൾ നടക്കേണ്ടത് 11 മണിക്ക് ശൂന്യവേളയാണ്. അപ്പോൾ രാജ്യസഭയിലും ശൂന്യവേള നടക്കാനുള്ള സാധ്യതയില്ല. അപ്പോൾ രണ്ട് സഭകളും ഇന്ന് ഈ ബഹളത്തിൽ പിരിയാൻ തന്നെയാണ് സാധ്യത. ഇന്ന് വെള്ളിയാഴ്ച ദിവസമായതിനാൽ ലോക്സഭയിൽ പ്രൈവറ്റ് മെമ്പർ ബില്ലാണ് ഉച്ചയ്ക്ക് ശേഷം വരിക. അതുകൊണ്ട് തന്നെ സഭ ഒരുപക്ഷെ 12 മണിക്ക് തന്നെ നാളത്തേക്ക് പിരിച്ചുവിടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. തിങ്കളാഴ്ചത്തേക്ക്, നാളെയും മറ്റന്നാളും പാർലമെന്റ് ഇല്ല. ഏതായാലും ഇന്ന് ഈ സമരത്തിൽ, ഈ CJP നടത്തുന്ന സമരത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്ന ആവശ്യത്തിൽ എന്തെങ്കിലും ഒരു അനുകൂല തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എങ്കിൽ അടുത്തുള്ള 2 ദിവസം, അത് അവധി ദിവസങ്ങളാണ്, ശനിയും ഞായറും, ആ ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും ദില്ലിയിൽ ഒരു പ്രതിഷേധ നീക്കം ഉണ്ടാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തീർച്ചയായും CJP പ്രധാനമന്ത്രി എത്തിയില്ലല്ലോ അല്ലേ? ഉണ്ടാവില്ല, ആക്ഷൻ ഉണ്ടാവില്ല എന്നൊക്കെയുള്ള ഉറപ്പാണ് കേന്ദ്രമന്ത്രി JP നദ്ദ ഉൾപ്പെടെയുള്ളവർ സോനം വാങ്ചുക്കിന് രേഖാമൂലം നൽകിയത്. പ്രധാനമന്ത്രി സഭയിലെത്തിയിട്ടില്ല. പ്രധാനമന്ത്രി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് ഒരു പ്രതികരണം നൽകിയത്. ഇന്നലെ അർദ്ധരാത്രിയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നൽകിയത്. പരീക്ഷാ തട്ടിപ്പ് നേരിടുന്നതിനായി ഒരു നിയമ രൂപീകരണം നടത്തും എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. മാധു, ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് 2012 ഏതാണ്ട് ഈ വിജയ് ചൗക്കിലായിരുന്നു അന്ന് ദില്ലിയിൽ നിർഭയ സംഭവത്തിൽ വലിയ പ്രതിഷേധ കാഴ്ചയുണ്ടായിരുന്നത്. അന്ന് UPA സർക്കാർ ആയിരുന്നു രാജ്യം ഭരിച്ചത്. ആ ഒരു സംഭവത്തിന് ശേഷമാണ് രാജ്യത്ത് ഇപ്പോൾ രാജ്യസഭയും കലുഷിതമായിരിക്കുന്നു. सभापति जी 20 जुलाई सोमवार को छात्रों के खिलाफ जिस तरह लाठीचार्ज उससे मेरा मन दुखा. രാജ്യസഭയും പിരിഞ്ഞിരിക്കുന്നു. മല്ലികാർജ്ജുന ഖാർഗെ സംസാരിക്കുന്നതിനിടയിലും വലിയ ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാം. രാജ്യസഭയും പിരിഞ്ഞിരിക്കുന്നു. 5ാം ദിനവും ഇരു സഭകളും തുടരാൻ കഴിയാതെ പിരിഞ്ഞിരിക്കുന്ന സാഹചര്യമുണ്ട്. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട പാർലമെന്റിൽ ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം തന്നെയാണ് തുടരുന്നത്. PR സുനിൽ നമ്മളോടൊപ്പമുണ്ട്. PR സുനിൽ, രാജ്യസഭയും പിരിഞ്ഞിരിക്കുന്നു. അത് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെനെ സംസാരിക്കാൻ രാജ്യസഭാ ചെയർമാൻ അനുവദിക്കുന്നു. മല്ലികാർജ്ജുൻ ഖാർഗെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അദ്ദേഹം പറയാൻ ശ്രമിക്കുകയാണ്, 2 ദിവസം മുൻപ് ദില്ലിയിൽ വിദ്യാർത്ഥികളെ വലിയ ക്രൂരമായിട്ടാണ് പോലീസ് നേരിട്ടത്, ക്രൂരമായിട്ടാണ് വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചത് എന്ന് പറഞ്ഞ ഉടൻ തന്നെ രാജ്യസഭാ ചെയർമാൻ സഭാ നടപടികൾ പിരിച്ചുവിടുകയായിരുന്നു. അല്പസമയം നിർത്തിവെച്ചിരിക്കുകയാണ് സഭാ നടപടികൾ. അപ്പോൾ അത്തരം വിഷയങ്ങൾ സഭയിൽ ഉന്നയിക്കാൻ തന്നെ സമ്മതിക്കാത്ത തരത്തിൽ സർക്കാരിന്റെ നിലപാട് മാറുന്നു എന്നത് നമുക്ക് ഈ നടപടികളിൽ നിന്ന് വ്യക്തമാണ്. ഏതായാലും പ്രതിപക്ഷം നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് തിങ്കളാഴ്ച പാർലമെന്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയങ്ങൾ, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ സഭ മുന്നോട്ട് കൊണ്ടുപോകാതെ 2 സഭയിലും സഭാ നടപടികൾ നിർത്തിവെക്കുന്ന നീക്കമാണ് ചെയറും സ്പീക്കറും ഒക്കെ തന്നെ സ്വീകരിക്കുന്നത്. ഏതായാലും ഇനിയുള്ള മണിക്കൂറുകളിലും ഇതേ നീക്കം തന്നെയായിരിക്കും പാർലമെന്റിന്റെ ഇരു സഭകളിലും ഉണ്ടാകാൻ പോകുന്നത്. പ്രതിപക്ഷം ഒരു ഇഞ്ച് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഇന്നലെ രാത്രി ഗാന്ധി സ്മൃതിയിലെത്തിയ
ഗാന്ധിജിയായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധ നീക്കം. ഗാന്ധിജി വെടിയേറ്റ് വീണ മണ്ണിലെത്തിയായിരുന്നു പ്രതിഷേധ നീക്കം. ഇനി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അത്തരത്തിൽ എന്തെങ്കിലും പ്രതിഷേധ നീക്കങ്ങളിലേക്ക് പ്രതിപക്ഷ പാർട്ടികൾ നീങ്ങുമോ, രാഹുൽ ഗാന്ധി അത്തരം നീക്കങ്ങൾ നടത്തുമോ എന്നൊക്കെ കൗതുകത്തോടെ എല്ലാവരും കാത്തിരിക്കുകയാണ്. കനത്ത സുരക്ഷാ സംവിധാനമാണ് പാർലമെന്റിന് ചുറ്റും ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒരു തരത്തിലുള്ള പ്രതിഷേധ നീക്കവും ഇവിടെ ഉണ്ടാകാത്ത തരത്തിൽ നമുക്ക് വേണമെങ്കിൽ ആ ദൃശ്യങ്ങൾ കാണിക്കാം. ഈ പാർലമെന്റിന് മുന്നിൽ ക്യാമറ കുറച്ചുകൂടി പൊക്കിയാൽ കാണിക്കാൻ പറ്റും, പല ലെയറുകളിലായി ബാരിക്കേഡുകൾ വെച്ചാണ് തടഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു തരത്തിലും ഈ മേഖലയിലേക്കൊന്നും തന്നെ ഒരു പ്രതിഷേധം കടന്നു വരാത്ത രീതിയിൽ, അതുപോലെ തന്നെ ഇവിടെ നിന്ന് MP-മാർക്ക് പുറത്തേക്ക് ഇറങ്ങിയൊക്കെ തന്നെ നീങ്ങാൻ കഴിയാത്ത വിധത്തിലൊക്കെ തന്നെയുള്ള വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ മറികടന്നുകൊണ്ട് ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെയുള്ള എന്തെങ്കിലും പ്രതിഷേധ നീക്കങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെ അറിയാൻ കാത്തിരിക്കാം. ഏതായാലും സർക്കാർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നത് ഉറപ്പാണ്. ആകെ സംസാരിക്കുന്നത് CJP പ്രതിനിധികളുമായിട്ട് മാത്രമാണ്. സോനം വാങ്ചുക്കുമായി സംസാരിച്ചിരിക്കുന്നു. ആ സോനം വാങ്ചുക്കുമായി നടത്തിയ സംസാരത്തിൽ ഡൽഹിയിൽ നടന്ന പോലീസ് നടപടിയിൽ കൂടുതൽ നടപടികൾ, ക്രിമിനൽ നടപടികൾ വിദ്യാർത്ഥികൾക്കെതിരെ ഉണ്ടാകില്ല എന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ സോനം വാങ്ചുക് നിരാഹാര സമരം അവസാനിപ്പിച്ചിരിക്കുന്നു. പക്ഷേ CJP പ്രതിനിധികൾ, CJP സമരം നടത്തുന്നവർ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. തങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് ജൂൺ 6 മുതൽ ഈ ജന്തർ മന്ദറിലിരുന്ന് തങ്ങൾ ആവശ്യപ്പെടുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ്. അത് അംഗീകരിക്കാതെ ഒരു ഇഞ്ച് പോലും പുറകിട്ടില്ല എന്ന് CJP വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇന്ന് 12 മണിക്കാണ് ഇരു സഭകളും പ്രക്ഷുബ്ധമായതിനെ തുടർന്ന് പിരിഞ്ഞിരിക്കുന്നു. മല്ലികാർജ്ജുന ഖാർഗെ എഴുന്നേറ്റു നിന്ന് ഒരു വരി പൂർത്തിയാക്കുന്നതിന് മുമ്പ് സഭ പിരിഞ്ഞിരിക്കുന്നത്. രാജ്യസഭയിലും നിലപാടെടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഒരു വാക്കുപോലും സഭയിൽ ഉന്നയിക്കേണ്ടതില്ല എന്ന പിടിവാശി ഭരണപക്ഷം നടപ്പിലാക്കുന്നു എന്നതുകൂടിയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.